ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ഇന്ന് പകലും അവിടെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാനാണ് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളത്. നമ്മൾ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഈ സുവിശേഷത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കണ്ടത്. വൈദ്യനായ ലൂക്കോസാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഐ മൈസെൽഫ് ഹാവ് കെയർഫുള്ളി ഇൻവെസ്റ്റിഗേറ്റഡ് എവ്രിതിങ്. യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം വളരെ കെയർഫുള്ളായി ഈ സുവിശേഷകൻ ലൂക്കോസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. എന്ന് പറയുമ്പോൾ ലൂക്കോസ് ഇതിനൊന്നും ദൃക്സാക്ഷിയല്ല, ഐ വിറ്റ്നസ് അല്ല. പക്ഷേ കാര്യങ്ങളൊക്കെ കണ്ടവരിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് ഈ എഴുത്തുകാരനെ നയിച്ചത് ഇങ്ങനെ നേരിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എക്സ്പീരിയൻസുകൾ ലഭിച്ചവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ക്രോഡീകരിച്ച് ഈ സുവിശേഷം തിയോഫിലോസിന് എഴുതാനാണ്. തിയോഫിലോസിന് മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും കൂടെയാണ് ഈ സുവിശേഷം. അവിടെ കെയർഫുള്ളി ഇൻവെസ്റ്റിഗേറ്റഡ്, ഇൻവെസ്റ്റിഗേറ്റ് എന്ന ആ വാക്ക് അതിൽ അന്തർലീനമായി കിടക്കുന്നത്, ഈ എഴുത്തുകാരൻ ധാരാളം യാത്രകൾ ചെയ്ത് അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തന്നെ എഴുതി. അതിൽ കർത്താവിൻ്റെ അമ്മയായ മറിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കർത്താവിൻ്റെ ചില ശിഷ്യന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മത്തായിയും മർക്കോസും എഴുതിയ എഴുത്തുകാർ അതിനൊരു കാരണം ആയിരിക്കാം. കുറഞ്ഞപക്ഷം അവരുടെ എഴുത്തുകളെങ്കിലും അദ്ദേഹം കണ്ടു കാണും. അപ്പോൾ അങ്ങനെ വളരെ ക്രമീകൃതമായിട്ടാണ് ഈ സുവിശേഷം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളതിൻ്റെ 37-ാം വാക്യത്തിലാണ് വന്നത്. For no word from God will ever fail. അല്ലെങ്കിൽ nothing is impossible with God. മലയാളത്തിൽ 37-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. മതി. 2 ആഴ്ചകൾ നമ്മൾ ഈ വാക്യമാണ് ധ്യാനിച്ചത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ ഈ വാക്യം എടുത്തുകൊണ്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ജനനത്തിന് അത് അപ്ലൈ ചെയ്തുകൊണ്ട് ദൈവവചനം ധ്യാനിച്ചു. ദി അൺയൂഷ്വൽ കൺസെപ്ഷൻ ഓഫ് ജോൺ. രണ്ടാമത് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 26 മുതലുള്ള വാക്യത്തിൽ ദി യുണീക്ക് കൺസെപ്ഷൻ ഓഫ് ജീസസ്. അപ്പോൾ ഇതിന് രണ്ടുമാണ് നമ്മൾ ഈ 37-ാമത്തെ വചനം അപ്ലൈ ചെയ്തത്. 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് അൺയൂഷ്വൽ കൺസെപ്ഷൻ്റെ പ്രോമിസ് നമ്മൾ കാണുന്നത്. ഒരു വലിയ വാഗ്ദത്തമാണ്. എന്താ അൺയൂഷ്വൽ എന്ന് പറയാൻ കാരണം? വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു കുടുംബം, അത് മാത്രമോ? എലിസബത്ത് മച്ചിയാണ്. ആ സാഹചര്യത്തിലാണ് ഗബ്രിയേൽ മാലാഖ ഇറങ്ങി ഒരു വാഗ്ദത്തം അവർക്ക് കൊടുക്കുന്നത്. സക്കറിയാവിന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ തക്ക സമയത്ത് അതിൻ്റെ നിവൃത്തി വന്നു എന്ന് 1-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം എന്ന് ഞാൻ പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ അവസാന വചനങ്ങളിൽ ഒരു പ്രവാചകൻ വരും, ഏലിയാവ് വരും എന്നൊക്കെയുള്ള വാഗ്ദത്തത്തിന് നിവൃത്തിയാകാൻ
400 വർഷം യഹൂദന്മാർ കാത്തിരുന്നു. പലരും ഈ കാര്യങ്ങൾ മറന്നുപോയി കാണും, ഇനി ഇത് നടക്കുമോ എന്ന് ചിന്തിച്ച് കാണും. പക്ഷേ സെക്കറിയാവിനെ പോലെ എലിസബത്തിനെ പോലെയും ഒരു കൂട്ടം ആളുകൾ ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇതിനകത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നു എന്ന് എത്ര വർഷമായി കേൾക്കുന്നു. ഓരോ തലമുറയും കഴിഞ്ഞു പോവുകയാണ്. ക്രിസ്ത്യാനികളിൽ ചിലർ പോലും ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ? അതിനുവേണ്ടി അവർ വ്യത്യസ്ത നിലകളിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഇത് ദൈവം പറഞ്ഞതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് ചിന്തിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം ഇന്നുമുണ്ട്, ഈ സഭയിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം 400 വർഷമായി നിവൃത്തിയാകാത്ത ഈ പ്രവചനമാണ് ഈ 1-ാം അധ്യായത്തിൽ ആ വാഗ്ദത്തവും 1:57 അതിന് നിവൃത്തിയും നമ്മൾ കാണുന്നത്. ആ പ്രോമിസ് ഫുൾഫിൽഡ് ആകുന്നു. 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 5 കൂട്ടം കാര്യങ്ങൾ ഗബ്രിയേൽ മാലാഖ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നുണ്ട്. 14-ാം വാക്യത്തിൽ He will be a joy and delight to you. 15ന്റെ ആദ്യ ഭാഗം He will be great in the sight of the Lord. 15ന്റെ രണ്ടാം ഭാഗം He will not take wine or other fermented drink. 15ന്റെ മൂന്നാം ഭാഗം He will be filled with Holy Spirit even from mother's womb. 16-17 വാക്യത്തിൽ many of the people of Israel would He bring back to God. 17ന്റെ രണ്ടാം ഭാഗം He will go on before the Lord. കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായി ഈ ജനിക്കാൻ പോകുന്ന ശിശു ആ ശുശ്രൂഷ ചെയ്യും. കർത്താവിന് മുന്നോടിയായി ഒരു പ്രവാചകനായി ശുശ്രൂഷിക്കുമെന്നുള്ള വാഗ്ദത്തം സെക്കറിയാവ് ഗബ്രിയേൽ നിന്ന് കേൾക്കുകയാണ്. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ ഞാനത് പറഞ്ഞതാണ്. മാത്രമല്ല, ഈ ഭാഗങ്ങൾ നമ്മൾ തറവാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കുറെ അറിവ് നിങ്ങളെ ഇന്ന് പകൽ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് പറഞ്ഞ് കേൾപ്പിക്കുക എന്നതുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. നമുക്കിന്ന് പകൽ ഈ വചന ശുശ്രൂഷയിൽ ആത്മീക വർധനവുണ്ടാകണം. നമ്മുടെ വിശ്വാസത്തിനൊരു അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. ചിലപ്പോൾ നമ്മൾ ശരിയായ കാര്യമായിരിക്കും വിശ്വസിക്കുന്നത്, പക്ഷേ ആ ശരിയായ കാര്യം ആരെങ്കിലും പറഞ്ഞതുകൊണ്ടായിരിക്കും വിശ്വസിക്കുന്നത്. ശരിയായ വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനത്തിന് മേൽ അർപ്പിക്കുന്ന ആശ്രയമാണ്. ഓ, ഇതൊക്കെ എന്താ ചിന്തിക്കാൻ? ഇത് ആർക്കറിയാമേത? കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പിന്നെ അത് ഇത്രയും പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു മെസ്സേജ് തന്നെ ആവർത്തിച്ചതായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അപ്പം 37-ാം വാക്യത്തിൽ For no word from God will ever fail. അത് നമ്മൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അപ്ലൈ ചെയ്ത ശേഷം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ദ യുണീക്ക് കൺസെപ്ഷൻ പ്രോമിസ്, ജീസസ് ജനിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം, അതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. എങ്കിലും ചില കാര്യങ്ങളൂടെ അവിടെ നിന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഗബ്രിയേൽ തന്നെ കന്യകയായ മറിയത്തോട് ആദ്യത്തെ വാഗ്ദത്തം പറഞ്ഞ്, യോഹന്നാൻ സ്നാപകന്റെ വാഗ്ദത്തം പറഞ്ഞ് 6 മാസത്തിന് ശേഷം നസ്രയത്തിൽ ഈ ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്ന്
കന്യക മറിയത്തോടാണ് വാഗ്ദത്തം പറയുന്നത്. അതാണ് 26 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കന്യക എന്ന നിലയിൽ എങ്ങനെയായി വാഗ്ദത്തം നിവൃത്തിയാകുന്നത്? മറിയയുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. നമ്മൾ ആ 37-ാം വാക്യമാണ് അപ്ലൈ ചെയ്തത്. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞു, ആദ്യത്തേത് അൺയൂഷ്വൽ മിറക്കിൾ ആണെങ്കിൽ ഇത് യുണീക്കാണ്. ഇങ്ങനെ ഇനി ആവർത്തിക്കുന്ന ഒരനുഭവം ഇനിയില്ല. ലോകത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം നടന്നതാണ് കന്യകാ ജനനം. പക്ഷേ അതിനകത്ത് നമുക്കൊരു പ്രിൻസിപ്പിൾ എടുക്കാൻ കഴിയും. അതെന്താ? ദൈവം നാച്ചുറൽ ലോസിൽ പോലും പരിമിതനായി നിൽക്കുന്നില്ല. God is all powerful. God is sovereign. God can do what His word says. വ്യക്തിപരമായി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒരു മിറാക്കിൾ ചെയ്യുവാൻ കഴിയും. A new thing that has never been done before. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ആ ദൂതാണ് നമ്മൾ ഉൾക്കൊണ്ടത്. 32-33 വാക്യങ്ങളിൽ 5 കാര്യങ്ങൾ ജീസസിനെ കുറിച്ച് മാലാഖ വെളിപ്പെടുത്തുന്നു. 1, he will be great. 2, he will be called the Son of the Most High. 3, he will be given the throne of his father David. 4, he will reign over the house of Jacob forever. 5, his kingdom will never end. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു രാജ്യം, ബാബിലോൺ രാജ്യം, അതിന് തിരശീല വീണു. മേദ്യ പേർഷ്യ രാജ്യത്തിന് തിരശീല വീണു. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ രാജ്യത്തിന് തിരശീല വീണു. റോമൻ സാമ്രാജ്യത്തിന് തിരശീല വീണു. ഈ ഡെമോക്രാറ്റിക് രാജ്യങ്ങൾക്കെല്ലാം തിരശീല വീഴും. But there is coming a kingdom. അവന്റെ രാജ്യത്തിന് ഒരിക്കലും എൻഡില്ല. Jesus is King of Kings. He is God in human flesh. Praise the Lord. അപ്പോൾ ഈ വലിയ വാഗ്ദത്തമാണ് നമ്മൾ കാണുന്നത്. 2 ശമൂവേൽ 7-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതിപ്പോൾ നമ്മൾ വായിക്കണ്ട. ഈ മറിയോട് പറയുന്ന വാഗ്ദത്തങ്ങൾ ഇമ്മീഡിയറ്റ്ലി തന്നെ മറിയയ്ക്ക് ആ തിരിച്ചറിവുണ്ടാകും. ഇത് ദാവീദിനോട് യഹോവയാകുന്ന ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളാണ്. മാത്രമല്ല 2 ശമൂവേൽ 7:19 നമ്മൾ ഒന്ന് പഠിച്ചാൽ, ദാവീദിനോട് അന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ കേവലം ശലോമോന് വേണ്ടി മാത്രമല്ല, അനന്തരഭാവിയിൽ ദാവീദിന്റെ കുലത്തിൽ ദാവീദിന്റെ സന്തതിയായി വരുന്ന എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ രാജാവുണ്ട് എന്ന് ദാവീദ് പോലും തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുൻകൂട്ടി ദാവീദിനോട് പറഞ്ഞതൊക്കെ ഉള്ള വാഗ്ദത്തങ്ങളാണ് മേരിയോടും ഇപ്പോൾ ആവർത്തിക്കുന്നത്. മേരി അത് തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് മേരി പറയുന്ന ഒരു വാക്കുണ്ട്, 34-ാം വാക്യം. ഹൗ വിൽ ദിസ് ബി, മേരി ആസ്ക്ഡ് ദി ഏഞ്ചൽ, സിൻസ് ഐ ആം എ വെർജിൻ. 34-ാം വാക്യം മലയാളത്തിൽ വായിക്കാമോ? മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. മറിയയ്ക്ക് മെസ്സയ്യ വരുമെന്നുള്ളതിൽ തർക്കമില്ല, സംശയവുമില്ല. പക്ഷേ ഞാനൊരു കന്യകയാണ്, ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? സംശയവുമില്ല, അവിശ്വാസവുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ 20-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കിക്കേ, and now you will be silent and not able to speak until the day this happens. സെക്കറിയാവിന് താക്കീത് കൊടുക്കാൻ കാരണം അവിശ്വസിച്ചു. മറിയയ്ക്ക് താക്കീത് കൊടുക്കുന്നില്ല. അപ്പൊ മറിയ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ വാക്കുകളല്ല. She knows the Messiah will come. പക്ഷേ the situation is impossible. I am a virgin.
ഇതാണ് മറിയ പറയുന്നത്. അതിന് ദൂതൻ പറഞ്ഞ മറുപടിയാണ് 35-ാം വാക്യം. എങ്ങനെയാണ് ഈ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കാൻ പോകുന്നത്? The angel answered, the Holy Spirit will come on you, and the power of the Most High will overshadow you. So the Holy One to be born will be called the Son of God. 35-ാം വാക്യം വായിക്കാം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ ഈ മിറാക്കുലസ് കൺസെപ്ഷൻ, ഈ വെർജിൻ മേരിയിൽ നടക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ലൂക്കോസിന്റെ എഴുത്തുകൾ പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെയാണ് ഈ വെർജിൻ കൺസെപ്ഷൻ നടക്കുന്നത്? എങ്ങനെയാണ് ഈ മിറക്കിൾ നടക്കുന്നത്? Where God takes on humanity. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? It's the power of the Holy Spirit. Praise the Lord. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. പൂർത്തീകരിച്ചൊന്ന് വായിക്കാം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചവരാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം മനസ്സിലാക്കി. We have understood he is pre-existent. He is God. ആ മഹാദൈവം, ദൈവത്തിന്റെ പുത്രൻ, ത്രിയേക ദൈവമെന്ന അടിസ്ഥാനപരമായ ഉപദേശത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. തൃത്വത്തിൽ രണ്ടാമനാകുന്ന ദൈവം മനുഷ്യവേഷമെടുക്കത്തക്കവണ്ണം മറിയത്തിന്റെ ഉദരത്തിലേക്ക് വന്നു. അതെങ്ങനെയാ? ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ. മനുഷ്യന്റെ ബ്രെയിനിനകത്ത് ഇത് ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത അത്ഭുതം. Nothing is impossible with God. Absolutely nothing is impossible with God. അതാണ് ദൂതൻ പറയുന്നത്. ഇനി ഇതിനൊരു ആത്മീക ആപ്ലിക്കേഷൻ ഉള്ളത് ഞാൻ നിങ്ങളോട് പറയാം. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് മറിയയുടെ മേൽ വന്നു, നിഴലിട്ടു വന്നു. അങ്ങനെ യേശുവിൻ്റെ ഹ്യൂമാനിറ്റി അവളിൽ ഉരുവായി. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, നമ്മുടെ അന്തരാത്മാവ് വരുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ ആത്മീകമായി ജനിക്കുന്നത്. അവിടെ അക്ഷരികമായ ഒരു ജനനമാണ് നടക്കുന്നത്. നമ്മുടെ ആത്മാവിൽ, ഹൃദയത്തിൽ അക്ഷരികമായ ജനനമല്ല, രക്ഷിക്കപ്പെടുന്ന അനുഭവം. ഇറ്റ്സ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഹോളി സ്പിരിറ്റ് എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് ഇടുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഫെർട്ടിലൈസേഷൻ നടക്കും. യേശു ആത്മീകമായി നമ്മുടെ ഉള്ളത്തിൽ ഉരുവാകും. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. 9 മാസം മറിയക്കകത്ത് മിറാക്കുലസ് കൺസെപ്ഷൻ ഉണ്ടായി, വളർന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ആത്മീകമായി ജനിച്ച യേശു വളരും. ദൈവവചനവും പരിശുദ്ധാത്മാവും അതിൽ വർക്ക് ചെയ്യും. ആദ്യം മായമില്ലാത്ത പാലാകുന്ന വചനം കുടിക്കും, പിന്നെ കട്ടിയായ ആഹാരമാകുന്ന ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കും. അങ്ങനെ സ്പിരിച്വലി we will grow into the image of God. എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് ഗോഡ് ക്രിസ്തുവിലാണ്. ഡെയിലി കൺഫോമിംഗ് ടു ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. അത് വചനത്താൽ മാത്രമേ സംഭവിക്കൂ. വചനവും ആത്മാവും കൂടെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ നിന്നുകൊണ്ട് ഒരാത്മീക ആപ്ലിക്കേഷൻ നടത്തി എന്ന് മാത്രമേ ഉള്ളൂ.
വേറെ ഒരു അപൂർവ കാര്യം കൂടെ പറഞ്ഞ് പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരാം. 39 മുതൽ 80 വരെ ഉള്ള വചനങ്ങളിൽ ചില പാട്ടുകൾ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ എലിസബത്തിൻ്റെ ഒരു പാട്ട് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ ഒക്കെ കാണാം. 46 മുതൽ 55 വരെ മറിയയുടെ ഒരു പാട്ട് മാഗ്നിഫിക്കാറ്റ് എന്നതിനെ വിളിക്കുന്നു. 67 മുതൽ 79 വരെയുള്ള വചനങ്ങളിൽ സെക്കറിയാവിൻ്റെ ഒരു പാട്ട്. ഇതെല്ലാം ഗോസ്പൽ ഓഫ് ലൂക്കിൽ മാത്രമേ കാണുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ പഠനം മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ലൂക്കിൻ്റെ പരാമർശങ്ങളും നറേറ്റീവ്സുമാണ് പ്രത്യേകിച്ച് നമ്മൾ എടുക്കുന്നത്. മറ്റു കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, എന്നാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മുടെ പ്രധാന വിഷയം ദ വെർജിൻ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. ഇതൊരു ഉപദേശമാണ്. നമ്മളിങ്ങനെ പറയുന്നു, ഇപ്പോൾ ഇവിടെ ആർക്കെങ്കിലും സംശയമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. യേശുവിൻ്റെ കന്യകാജനനമായ കന്യാ എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, ക്രൈസ്തവരുടെ ഇടയിൽ പോലും ആളുകളുണ്ട്. അതിൻ്റെ നടുവിൽ ഈ അടിസ്ഥാനപരമായ ഉപദേശത്തിൽ നമ്മൾ ഉറയ്ക്കണം. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ തന്നെ കന്യകാജനനം, ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, വിശ്വസിക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ സത്യമാണ് കന്യകാജനനം, ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇതെല്ലാം കാതലായ ഉപദേശ സത്യങ്ങളാണ്. ഈ ഡോക്ട്രിൻ ഓഫ് വെർജിൻ ബർത്ത് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥമാക്കുന്നത് ആ കൺസെപ്ഷനാണ് മിറാക്കുലസ്. വെർജിൻ ബർത്ത് പ്രസവിക്കുന്നത് അത്ഭുതമാണ്. പക്ഷേ ആ ഡോക്ട്രിനകത്തെ കാതലായ വിഷയം, അങ്ങനെ ഒരു ശിശു ഉരുവായത് ഒരു അത്ഭുതമാണ്. ദ കൺസെപ്ഷൻ ഇറ്റ്സെൽഫ്. എന്നിട്ടാണ് പിന്നെ പ്രസവം നോർമലായിട്ടാണ് നടന്നത്. കൺസെപ്ഷൻ ഇസ് മിറാക്കുലസ്. കന്യക പ്രസവിച്ചതാണ് അപൂർവം, ഒരിക്കൽ പോലും നടന്നിട്ടില്ല, ഇനി നടക്കത്തുമില്ല. അതിൽ ആ കൺസെപ്ഷനാണ് ഞാൻ ഒന്ന് നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത്. യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം തിരസ്കരിക്കുന്നവർ യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവരാണ്. അപ്പോൾ എത്ര കാതലായ ഉപദേശമാണിത്! അവര് മനുഷ്യന്റെ പാപ സ്വഭാവത്തെ നിഷേധിക്കുന്നവരാണ്. കാരണം ഈ കന്യകാ ജനനം എല്ലാം ദൈവം ഈ അത്ഭുതം ചെയ്യുന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. കന്യകാ ജനനം നിഷേധിക്കുന്നവർ ദൈവവചനത്തിൻ്റെ അധികാരത്തെ നിഷേധിക്കുന്നവരാണ്. കാരണം ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപദേശ സത്യമാണിത്. 2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ബിബ്ലിക്കൽ എവിഡൻസിൽ ഡയറക്റ്റായി ഏറ്റവും അധികം കന്യകാജനനം പരാമർശിക്കുന്നത്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം, നമ്മൾ ഇപ്പോൾ നമ്മുടെ മുൻപിലായിരിക്കുന്ന ടെക്സ്റ്റ് 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെയുള്ള വചനം. മറ്റേത് മത്തായി 1:18 മുതൽ 25 വരെയുള്ള വാക്യം. ഈ 2 പാസേജുകളാണ് പുതിയ നിയമത്തിൽ കന്യകാ ജനനത്തെക്കുറിച്ച് പറയുന്ന റെഫറൻസുകൾ. അപ്പോൾ കുഞ്ഞുങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ കന്യകാ ജനനം എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ബൈബിളിൽ 1-ലധികം പ്രാവശ്യം കന്യകാ ജനനത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അത് ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളെങ്കിലും ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു.
ബിബ്ലിക്കൽ എവിഡൻസ് ആണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. പ്രൈസ് ദി ലോർഡ്. വെർജിൻ കൺസെപ്ഷൻ. But Jesus in the conception in the womb of Mary, it was not, listen to me very carefully, it was not by sexual intercourse. കന്യകാ ജനനത്തിൻ്റെ അർത്ഥം അതാണ്. It is a unique miracle. ജോസഫിന് അതിൽ ഒരു പങ്കുമില്ല. That's the miracle. That's the miracle. എനിക്ക് ഭയങ്കരമായ സന്തോഷമാണ്. ഒരു ഡോക്ടറാണ് പറയുന്നത് it happened. It happened. Praise the Lord. That is the virgin birth. എന്നാൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ കൺസെപ്ഷൻ അങ്ങനെയല്ല. അതൊരു അൺയൂഷ്വൽ മിറക്കിൾ ആണെങ്കിലും അതിനകത്ത് സെക്കറിയാവിന് പങ്കുണ്ട്. സെക്കറിയാവിൻ്റെ മകനായിട്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ജനിക്കുന്നത്. ജീസസ് ജോസഫിന്റെ മകനായിട്ടല്ല, അത്യുന്നതന്റെ പുത്രൻ. Praise the Lord. Hallelujah. Jesus, the Lord of Lords, God came down in human flesh. എങ്ങനെ? By the miracle of the virgin birth. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവം മനുഷ്യനെ രക്ഷിക്കുവാനായി ദൈവം ഈ താണ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് ഒരത്ഭുതത്തിലൂടെയാണ്. Praise the Lord. But John the Baptistന്റെ കൺസെപ്ഷൻ അങ്ങനെയല്ല. അതിനാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ആൻ അൺയൂഷ്വൽ മിറക്കിൾ. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ നേരത്തെ വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളുണ്ടായ കേസസ് ബൈബിൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് യുണീക്ക് മിറക്കിൾ. 1-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 1 മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. ആ വെർജിൻ ബർത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹം. നമ്മൾ ആ 25-ലേക്കൊക്കെ പിന്നെയും വരുമെങ്കിലും 25-ാം വാക്യം, ബട്ട് ഹി ഡിഡ് നോട്ട് കൺസ്യൂമേറ്റ് ദെയർ മാരേജ് until she gave birth to a son and he gave him the name Jesus. മോൾ 25-ാം വാക്യം വായിക്കാം. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അപ്പോൾ മേരി at the time of conception she was a virgin. എന്നിട്ട് അതെന്ന് പറയാ up to the point of birth. കാരണം സ്ക്രിപ്ചർ വളരെ ശക്തമായിട്ട് 25-ാം വാക്യത്തിൽ പറയുന്നത് ജോസഫിന് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മറിയയുമായിട്ട് യേശുവിൻ്റെ ജനനം വരെ ഇല്ലായിരുന്നു. അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് മറിയയെ നിഴലിട്ടു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അത് സംഭവിക്കുന്നത്. അതിനോട് ചേർന്ന് ഇപ്പോൾ നമ്മൾ മത്തായി 1-ലാണെങ്കിൽ 18-ന്റെ 2-ാം ഭാഗം before they came together she was found to be pregnant through the Holy Spirit. അത് തന്നെ 20-ാം വാക്യം നിങ്ങൾ നോക്കിക്കോ. 20-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, what is conceived in her is from the Holy Spirit. Praise the Lord. A virgin birth is a miracle. ഈ ലോകത്തിൽ നടന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് ദൈവം മനുഷ്യവേഷത്തിൽ അവതരിക്കുന്നത്. എന്തിന്? എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ. സ്വർഗത്തിലിരുന്നാൽ ഒക്കത്തില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനെന്ന നിലയിൽ മാത്രമേ ദൈവത്തിന് നമ്മളുടെ പാപത്തിന് പരിഹാരമായി
യാഗമായി തീരാൻ കഴിയുള്ളൂ. Jesus had to identify in our humanity. Praise the Lord. Hallelujah. വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് he came as man. മത്തായി 1:18 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ. ആ വാക്ക് കേട്ടോ, കൂടി വരും മുമ്പ്. ബിഫോർ ദേ കെയിം ടുഗദർ. ക്ലിയർ റെഫറൻസ് ആണിത്. ഭാര്യ ഭർത്തൃ ഇന്റിമസിക്ക് മുമ്പ്, കൂടി വരും മുമ്പ്. പിന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. താഴോട്ട് വായിക്കാം. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. കേട്ടോ, അത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുമോ? ജോസഫിന് അറിയത്തില്ല. ആള് നീതിമാനാ, ദൈവഭയമുള്ളവനാ. ഈസ് എ കമ്പാഷനേറ്റ് മാൻ. കമ്പാഷനേറ്റ് ആയതുകൊണ്ടാ ഗൂഢമായി ഉപേക്ഷിക്കാൻ നോക്കിയത്. ലോക അപവാദം വരുത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ? എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയിൽ അവിശ്വസ്തത വന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ന്യായപ്രമാണ നിയമമുണ്ട്. അത് ഉപയോഗിച്ചാൽ ഇവക്ക് ലോക അപവാദമുണ്ടാകും. ജോസഫിന് ഡൗട്ട്ഫുള്ളായി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നയാള് എന്നോട് അവിശ്വസ്തത കാണിച്ചോ? രഹസ്യമായി, ഗൂഢമായി, സീക്രട്ട്ലി ഹി വാണ്ടഡ് ടു ഡിവോഴ്സ് ഹർ. ഡിവോഴ്സ് എന്നൊക്കെയുള്ള വാക്ക് കട്ടിവാക്ക. എൻഗേജ്മെന്റ് നടന്നാൽ എന്താ ഡിവോഴ്സ്? യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ബെട്രോത്തൽ കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതുപോലെയുള്ളൂ. ഒരുമിച്ചല്ല താമസിക്കുന്നത്, പക്ഷേ ഭർത്താവും ഭാര്യയുമായിട്ടാണ് പൊതുസമൂഹം അവരെ അംഗീകരിക്കുന്നത്. സീക്രട്ടായി അവളെ ഉപേക്ഷിക്കുവാനായി ജോസഫ് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. താഴോട്ട് വായിച്ചേ. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. കേട്ടോ, സെക്കറിയാവിനും മേരിക്കും ദൂതൻ നേരിട്ടിറങ്ങി. അപ്പൊ ലൂക്കോസ് 1:26 മുതലുള്ള വചനങ്ങളിലെ ആ നരറ്റീവിന് അത് കഴിഞ്ഞിട്ടാണ് മാത്യു 1:18 മുതലുള്ളത്. അവിടെ മേരി ഇതാ അവിടുത്തെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. അവൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും കുടുംബത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നത്തെക്കുറിച്ച് അത് കണക്കിലെടുക്കാതെ അവൾ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങളാണിത്. അവളവിടെ സമർപ്പിച്ച ശേഷം എലിസബത്തിനെ കാണാൻ പോയി. 3 മാസം എലിസബത്തിന്റെ അടുക്കൽ താമസിച്ചു. മടങ്ങി വന്നപ്പോഴത്തേക്ക് കാര്യം ഗൗരവമായി. ജോസഫിന് മനസ്സിലായി ഷീ ഈസ് വിത്ത് ചൈൽഡ്. വാട്ട് ഈസ് ഹിസ് റിയാക്ഷൻ? ഏത് ഭർത്താവിനും ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ് ഷീ വാസ് അൺഫെയ്ത്ത്ഫുൾ. ഉടനെ ദൈവം നോക്കണമേ, ഹൃദയത്തിൽ ചിന്തിക്കുന്നതും നിരൂപിക്കുന്നതും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നെടുവീർപ്പുകളെ അറിയാമെന്ന ദൈവമുണ്ട്. ദൈവത്തിന് ആ കുടുംബത്തെക്കുറിച്ച് ഒരു പ്രത്യേക പ്രൊജക്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക പ്ലാൻ ഉണ്ട്. അങ്ങനെ സംശയത്തിൽ മുന്നോട്ട് പോകാനോ തകരാനോ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തെക്കുറിച്ചും തലമുറയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വഴിവിട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വപ്നം കൊടുക്കേണ്ടടുത്ത് സ്വപ്നം കൊടുക്കും. ആളിനെ അയക്കേണ്ടടുത്ത് ആളിനെ അയക്കും. സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ഇറക്കണമെങ്കിൽ ദൈവം അത് ചെയ്യും. ജോസഫിന്റെ ക്വാളിറ്റി എന്താ? നീതിമാനാ. അറിയാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോന്ന, അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ വന്ന ആള് നല്ലവനാണ്. ഹീസ് എ റൈച്ചസ് പേഴ്സൺ. ഹി വാണ്ട്സ് ടു പ്ലീസ് ഗോഡ്. സ്വപ്നത്തിൽ ദൂതൻ ഇറങ്ങി എന്താ പറഞ്ഞത്? ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഈ ഒരൊറ്റ ദൂത് മതിയായിരുന്നു സംശയിച്ച ഭർത്താവ്, ഡിവോഴ്സ് ചിന്തിച്ച ഭർത്താവിൻ്റെ ചിന്തകളെയും തീരുമാനത്തെ തിരുത്താൻ ഈ ഒരു ദൂത് മതി.
പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ കൊണ്ടുവരുന്ന വിഷയം മനസ്സിലാക്കണം. മറിയയ്ക്കറിയാം ഷീ ഈസ് വെർജിൻ, ദൂതനറിയാം ഷീ ഈസ് വെർജിൻ, ഭർത്താവിന് ബോധ്യമായി ഷീ ഈസ് വെർജിൻ. എങ്ങനെ? വേറെ ഭൂമിയിൽ ആര് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. സ്വന്തം ഭാര്യയാകാൻ പോകുന്നതെന്ന് പറഞ്ഞാലും ഈ കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവം അടിയന്തരമായി ദൂതനെ ഇറക്കി ഒരു ദൂത് പറഞ്ഞു. ദാറ്റ് വാസ് ഇനഫ് ഫോർ ജോസഫ്. എന്താ ജോസഫിന്റെ പ്രശ്നം? ഹോളി സ്പിരിറ്റ് ഇങ്ങനെ പ്രവർത്തിക്കുമോ? ഐ റിയലി ഡോണ്ട് നോ. ദൈവം ഇടപെട്ട് പറഞ്ഞു ദ ഹോളി സ്പിരിറ്റ് ഹാസ് വർക്ക്ഡ് എന്ന് പറഞ്ഞപ്പോൾ താൻ അംഗീകരിച്ചു. ഇവിടെ നിന്ന് ഞാനൊരു കാര്യം പറയാം. ആത്മപ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം അറിയത്തില്ല. നിഷ്കളങ്ക ഹൃദയത്തിൽ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഗുഡ്. ദൈവം ഇത് വെളിപ്പെടുത്തി തരുമ്പോൾ പിന്നീട് നമ്മൾ പറഞ്ഞോണം, കർത്താവേ ഇത് ആത്മപ്രവൃത്തി തന്നെയാ, അറിയാതെ കയറി വിമർശിക്കരുത്. ജോസഫിന് അറിയത്തില്ല. ജോസഫ് ഒരു സീക്രട്ടായി പരസ്യ അപവാദം അവക്ക് വരുത്തേണ്ടത്. That means he loved Mary. He cared for her. He had compassion on her. Praise the Lord. Hallelujah. സ്തോത്രം. ദൈവം ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് മതി. ഭർത്താവ് നീതിമാനായതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം മതി. ഈ ശിശു അവിശ്വസ്തതയുടെ ഫലമല്ല, പരിശുദ്ധാത്മ പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഞാൻ കൊണ്ടുവരുന്നത്? ഷീ ഈസ് എ വെർജിൻ. ജീസസിന്റെ കൺസെപ്ഷൻ ഈസ് മിറക്കിൾ. ബൈബിളിലെ തെളിവുകൾ നിങ്ങൾ നോക്ക്. അത് മതി എനിക്ക്. ബിക്കോസ് ഐ ബിലീവ് ഈ 66 പുസ്തകം അടങ്ങിയ വേദ പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. അത് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടേജ് മീറ്റിംഗിൽ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കാം. അങ്ങനെ ഒരുവൻ പറയുന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ദൈവത്തിന്റെ വചനം, അത് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന നിന്റെ അന്തരാത്മാവിലുള്ള ദൈവാത്മാവിന്റെ ഓപ്പറേഷനാണ്. അനേക ആളുകൾ വേദപുസ്തകത്തെ വിമർശിക്കുകയും ഖണ്ഡിക്കുകയും അതിന്റെ അതോറിറ്റിയെ ചോദ്യം ചെയ്യുന്നതിന്റെ നടുവിൽ ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ഈ 66 പുസ്തകം പറയുന്ന ദൈവശ്വാസികമാകുന്ന ദൈവത്തിന്റെ വചനമാണ്. അതിനകത്തൊരു പരാമർശമുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. The virgin birth is a miraculous birth. ഇനി താഴോട്ട് മോള് വായിക്കണം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. ഈ വലിയ ദൗത്യത്തിനു വേണ്ടി ജീസസിന്റെ ഹ്യൂമാനിറ്റി അത്യാവശ്യമായിരുന്നു. അതിനു വേണ്ടിയാണ്. അല്ലെ, ദൈവത്തിന് ഭൂമിയിൽ വരാൻ ഏതെല്ലാം രീതി കഴിയും? Why the virgin birth? അതിന്റെ പ്രധാന കാരണം ഒരാളിൽ, ഒരു പേഴ്സണിൽ ദിവ്യത്വവും മനുഷ്യത്വവും ഒരുമിച്ച് വരുന്നു. One person, two natures. That will be only possible by the miracle of the virgin birth. അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവിടെ ഒരു സൂചന തന്ന് മുന്നോട്ട് പോകാം. എൻ്റെ പ്രധാന വിഷയം അതല്ലാത്തതുകൊണ്ട്. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്, ക്ഷമിക്കുക മാത്രമല്ല രക്ഷിക്കുന്ന അനുഭവമുണ്ട്. പൊതുവെ ക്രൈസ്തവർക്ക് അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, ജീസസ് വിൽ ഫോർഗിവ് ഓൾ മൈ സിൻ. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? He will save you from sins. He will save you. Praise the Lord. Praise the Lord. അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. ഒരു ഓവർകമ്മിങ് ലൈഫ് ക്രിസ്തുവിന് തരാൻ കഴിയും. അതുകൊണ്ട് അവൻ യേശു എന്ന പേര് യാഹ്വേ സേവ്സ്.
എന്നർത്ഥം വരുന്നത് യേശുവ. ജീസസ് എന്ന പേരിൻ്റെ അർത്ഥം എന്താ? സേവിയോർ. 21 വാക്യല്ലേ മോളെ വായിച്ചത്? വായിക്കേ. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. അടുത്തത് കേട്ടോ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. കന്യകാജനന വിഷയം ഇത് നേരത്തെ 1700-800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞതാ. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം. അത് മാത്യു എടുത്ത് പറയുകയാണ്, ഇതാണ്. Praise the Lord. All this took place to fulfill what the Lord had said through the prophet. Yeshaya 7:14 reference. The virgin will conceive and give birth to a son, and they will call him Emmanuel, which means God with us. Who is Jesus? God with us. Any ഇതിനകത്തെ ഒരു എതിർവാദം പറയാൻ പോവുകയാണ്. യെശയ്യാ പ്രവചനം 7:14 എടുക്കാം. ഇതൊരു അടയാളമായിട്ടാണ് യെശയ്യാവ് പ്രവചിക്കുന്നത്. ഒന്ന് വായിക്കാമോ? 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. കേട്ടോ, ഈ പ്രവചന സൂക്തം ഇതൊരു അടയാളമാണെന്ന് യെശയ്യാവ് പറഞ്ഞത്. ഇതെടുത്തിട്ട് മാത്യു പറയുകയാണ്, ജോസഫ്, ദിസ് ഇസ് ദാറ്റ് ഗോഡ് വിത്ത് അസ്. അപ്പം ഇവിടുത്തെ ഒരു എതിർവാദം, ഈ എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതിയിരിക്കുന്നത്. അവിടെ കന്യക എന്ന പ്രയോഗം, അൽമ എന്ന എബ്രായ വാക്ക് കൃത്രിപ്പുകാർ വാദിക്കുന്നത് അത് കന്യകയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു മെച്യൂർഡായിട്ടുള്ള വുമന് വേണ്ടി ഉപയോഗിക്കാൻ ആ വാക്കൊക്കും. ശരിയാണോ വാദം? കാരണം കന്യക എന്ന വാക്ക് മാത്രമായിരുന്നെങ്കിൽ ബെത്തുല എന്നൊരു പ്രയോഗം മതിയായിരുന്നു. എന്തിനാണ് പിന്നെ ഈ അൽമ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത്? സോ അവർ വാദിക്കുന്നത് അവിടെ യെശയ്യാവ് പറഞ്ഞത് കന്യക എന്ന വാക്ക് ഇറ്റ് നീഡ് നോട്ട് നെസസറിലി മീൻ a virgin who do not know man. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഈ വെർജിൻ ബർത്ത് എന്തൊരധിക പറ്റായത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ പറയാം എന്താ പറയേണ്ടത്. ശരിയാണ് വാദം. ഇറ്റ് ക്യാൻ മീൻ എ യങ് വുമൺ ഓഫ് മാരിയജബിൾ ഏജ്. പക്ഷേ ഈ പഴയ നിയമ എബ്രായ ഭാഷയിലെ തിരുവെഴുത്തുകൾ ഗ്രീക്കിലോട്ട് തർജ്ജമ ചെയ്തു. അതിനെ വിളിക്കുന്നത് സെപ്റ്റുവജന്റ്. ഗ്രീക്കിലോട്ട് തർജ്ജമ ചെയ്തു. അത് 200 BC-യിൽ 70 സ്കോളേഴ്സ്, ഹീബ്രു സ്കോളേഴ്സ് ഇരുന്നു കൊണ്ടാണ് സെപ്റ്റുവജന്റിലേക്ക് ഈ എബ്രായ ഭാഷയിലുള്ള ബൈബിൾ തർജ്ജമ ചെയ്യുന്നത്. കാരണം ഗ്രീക്ക് ലാംഗ്വേജ് ആണ് പൊതുവിൽ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നത്. ആ സ്കോളേഴ്സ് ഈ അൽമ എന്ന് പറയുന്ന വാക്ക് സ്കോളർലി പഠനത്തിന് വിധേയമാക്കി അവരിത് തർജ്ജമ ചെയ്ത് എഴുതുമ്പോൾ പാർഥെനോസ് എന്ന ഗ്രീക്ക് വാക്ക് എഴുതി. പാർഥെനോസ് എന്ന വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, കല്യാണം കഴിക്കാത്ത ഒരു കന്യക. അതിന്റെ അർത്ഥം എന്താ? എബ്രായ ഭാഷ അറിയാമെന്ന പണ്ഡിതന്മാർ അൽമ നോക്കിയപ്പോൾ അവർക്ക് ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലായി ദൈവം പ്രവാചകനിലൂടെ പറയുന്നത് ഒരു അടയാളമായി കന്യകയെക്കുറിച്ച് മാത്രമാണ്.
ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല, ദൈവവചനത്തിന് മാറ്റമില്ല. പല കാര്യം നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പാർഥനോസ് എന്ന വാക്ക്, അതിൻ്റെ അർത്ഥം ഇറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ ഹു ഹാസ് നെവർ ഹാഡ് സെക്ഷുവൽ റിലേഷൻസ് ആൻഡ് വുഡ് നെവർ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ മാരീഡ് വുമൺ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഈ യെശയ്യാ 7:14 ഒരു വാക്ക് വായിച്ചല്ലോ, ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. ഞാൻ ചോദിക്കട്ടെ, കല്യാണപ്രായം ഒരാള് കൊച്ചു പ്രസവിക്കുമെന്ന് പറയുന്നത് എന്തോ അടയാളം ഇതിനകത്ത്? അതല്ലേ എല്ലായിടത്തും കണ്ടുവരുന്നത്. കന്യക ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അത് അടയാളമാണ്. ആ അടയാളം എന്ന വാക്ക് തന്നെ ഒരു ഖണ്ഡനമാണ്. സ്തോത്രം. മനസ്സിലായെന്ന് ഞാനങ്ങ് ധരിക്കുക. കാരണം നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു. എനിക്ക് മനസ്സിലായി. ആമേൻ. മത്തായി 1:23, ലൂക്കോസ് 1:27. ഈ പാർഥനോസ് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് കന്യകയ്ക്ക് ഈ 2 നെറേറ്റീവ്സിലും എഴുതിയിരിക്കുന്നത്. അവിടെ മാത്രമല്ല, മത്തായി 25 വരുമ്പോൾ 10 കന്യകമാരുടെ വിഷയത്തിൽ 25 1, 7, 11 വാക്യത്തിൽ പാർഥനോസ് തന്നെയാണ്. കല്യാണം കഴിക്കാത്ത, പുരുഷനെ അറിയാത്ത ഒരു കന്യകയ്ക്ക് എഴുതിയിരിക്കുന്ന വാക്കാണ് പാർഥനോസ് എന്ന പ്രയോഗം. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? യേശുവിൻ്റെ കന്യകാ ജനനം അത് അടിസ്ഥാനപരമായ കാര്യമാണ്. അത് ഊഹാപോഹത്തിൽ വിശ്വസിക്കേണ്ടതല്ല. തിരുവെഴുത്തുകളെ ആരാഞ്ഞ് പഠിച്ച് വചനത്തിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് ഫെയ്ത്ത്. നമ്മുടെ ആകെ ഒരു വാദത്തിലും ഷെയ്ക്കനാകരുത്. ഐ ബിലീവ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ വേർഡ്. ആ വേർഡ് നമ്മൾ തറവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദ വെർജിൻ ബേർഡ്സ് ഒരു വലിയ വിഷയം പറയാൻ പോവാം. കന്യകാ ജനനമെന്ന് പറയുമ്പോൾ കൺസെപ്ഷൻ, ജീസസ് ജനിക്കുന്നിടം വരെ മേരി കന്യകയാണെന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത് നോ, മേരി നിത്യകന്യകയായിരുന്നു. നിത്യകന്യക. മരിയോളജി കേട്ടിട്ടുണ്ടോ? മരിയോളജി എന്ന് പറയും മേരിയെക്കുറിച്ചുള്ള ശാസ്ത്രം. കുറേ ആളുകൾക്ക് ലോകത്തിൽ ദൈവശാസ്ത്രത്തിലെ ഒരു വിങ്ങാണ് മരിയോളജി. ഇറ്റ്സ് ദ തിയോളജിക്കൽ സ്റ്റഡി ഓഫ് മേരി, ദ മദർ ഓഫ് ജീസസ്. അവർക്ക് പ്രധാനമായി ഉള്ള ഡോഗ്മാസ് പലതുണ്ട്. ഒന്ന്, യേശുവിൻ്റെ അമ്മയെ ദൈവമാതാവെന്ന് വിളിക്കുന്നു. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊന്ന് സൂചിപ്പിച്ചു. ദൈവമാതാവ്, ദ മദർ ഓഫ് ഗോഡ്. 2, പെർപെച്വൽ വെർജിനിറ്റി എന്ന് പറഞ്ഞാൽ നിത്യ കന്യകത്വം. 3, ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ജീസസിൻ്റെ അല്ല, മറിയയ്ക്ക് പാപമില്ലാത്തവളാണ്. 4, അസംഷൻ ഓഫ് മേരി. മരിച്ചിട്ട് ആണെന്നൊരു കൂട്ടരും മരിക്കാതെയാണെന്ന് വേറൊരു കൂട്ടരും. ഉടലോടെ മറിയ സ്വർഗത്തിൽ പോയത്. 5, മറിയയുടെ ശുപാർശ വേണമെന്ന് യേശു കേൾക്കാൻ പ്രാർത്ഥനകൾ. മറിയോളജിയിലെ പല ഡോഗ്മാസാണ്. അതിൽ ഞാൻ അടുത്ത 1 മണിക്കൂർ എടുക്കാതെ നിർത്താൻ പോവുക. പെർപെച്വൽ വെർജിനിറ്റി എന്നതിനൊരു ഖണ്ഡനം പറയാൻ താല്പര്യപ്പെടുക. നിത്യകന്യകത്വം അങ്ങനെയായിരുന്നു മേരി. നമ്മുടെ ഈ സമൂഹത്തിൽ പല വിഭാഗത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കണം. ശരിക്കും മറിയയുടെ കന്യകത്വം നഷ്ടപ്പെട്ടിരുന്നോ? ഞാനിപ്പോൾ പറയുന്നത് യേശുവിൻ്റെ ജനനത്തിന് ശേഷം എന്നുള്ളതാണ്. വാട്ട് ഡസ് ദ ബൈബിൾ സേ?
ആ കൗൺസിൽ ഇങ്ങനെ, ഈ കൗൺസിൽ ഇങ്ങനെ, ഈ കൗൺസിൽ. ഐ ഡോണ്ട് ഗോ ബൈ കൗൺസിൽസ്. വാട്ട് ഡസ് ദ ബൈബിൾ സേ? ചില വാക്കുകൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റുകളിൽ തന്നെ അത് വളരെ ക്ലിയർ ആകും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിച്ച വാക്യം 24-25 വാക്യം ശ്രദ്ധിച്ചു വായിക്കണേ. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ഭാര്യയെ ചേർത്തുകൊണ്ടു. അപ്പം ദൂതൻ അറിയിച്ചു, ദിസ് ഇസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. തനിക്ക് ഡിവോഴ്സ് എന്നുള്ള അതെല്ലാം മാറ്റി വെച്ചിട്ട് ഭാര്യയെ ചേർത്ത്. പ്രോബബ്ലി ഹി മാരീഡ് ഹേർ. ഭാര്യയെ ചേർത്തുകൊണ്ടു. വാക്കുകൾ ശ്രദ്ധിച്ചോണം. എന്നിട്ട് മകനെ പ്രസവിക്കും വരെ, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ഇംഗ്ലീഷിൽ 25-ാം വാക്യം, but he did not consummate their marriage until അതുവരെ they never had intimacy. ആ until എന്ന വാക്കിൽ implied ആണ്, it's very clear, after that they had normal relationship. പ്രത്യേകിച്ച് നിത്യകന്യകത്വം വാദിക്കുന്ന പല ആളുകളുടെ ഉള്ളത്തിലിരിക്കുന്നത് ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ ഇൻറ്റിമസികൾ പാപമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേദപുസ്തകം അതിനെ ശാസിക്കുന്നു. വിവാഹ ജീവിതത്തിൻ്റെ ബൗണ്ടറികൾ വിട്ടുള്ള ഇൻറ്റിമസികളാണ് തെറ്റ്. അതിനകത്ത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തുള്ള ശാരീരികമായുള്ള ബന്ധങ്ങൾ ബൈബിൾ അംഗീകരിക്കുന്നതാണ്. അത് പാപമല്ല. ആമേൻ. അപ്പോൾ അതിൻ്റെ വാക്യങ്ങൾ കാണിക്കാൻ ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടെ നോക്കിയത്, ജോസഫ് did not have sexual relations with Mary until after she bore a son. Until. ഓക്കെ, പോരാ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വചനം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. Mary gave birth to her firstborn. What does that mean? വളരെ ഒബ്വിയസ് ആണ്. There were later children. ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ വെട്ടി വിഴുങ്ങരുത്. ഈ രണ്ട് നറേറ്റീവ്സ് നമ്മൾ മനസ്സിലാക്കണം. ജീസസിന്റെ കൺസെപ്ഷൻ ഈസ് മിറാക്കുലസ്. അത് 700-800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞതിന്റെ നിവൃത്തിയാ. എങ്ങനെയാ അത് നടന്നത്? ഹോളി സ്പിരിറ്റ് ആണ് വന്ന് ആ മിറക്കിൾ ചെയ്തെടുക്കുന്നത് മറിയയുടെ ഊമ്പിനകത്ത്. അതിനുശേഷമോ മകനെ പ്രസവിച്ച ശേഷം അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്തിക ജീവിതം നോർമലായി മേരിക്കും ജോസഫിനും ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ തെളിവ് ഞാൻ തരാം നിങ്ങൾക്ക്. 13-ന്റെ 54 മുതൽ ഉള്ള വചനങ്ങൾ വായിക്കണം. 54 മുതലുള്ള വചനങ്ങൾ. അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ജീസസിനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എവിടെ നിന്ന്? എന്നിട്ട് ഇവൻ തച്ചന്റെ മകനല്ലയോ? അപ്പൊ ആരുടെ മകനാണെന്നാ അവരറിഞ്ഞത്? ജോസഫിന്റെ മകൻ, തച്ചന്റെ മകൻ. നമുക്കറിയാം ജോസഫ് ഈസ് നോട്ട് ദ റിയൽ ഫാദർ. പക്ഷേ പൊതുസമൂഹം അറിയുന്നത് അവൻ തച്ചന്റെ മകൻ അല്ലയോ. പിന്നെ ഇവന്റെ അമ്മ മറിയ എന്നവൾ അല്ലയോ? അത് അമ്മ മറിയമാകട്ടോ, ജീസസിന്റെ അമ്മ മറിയ അല്ലയോ. പിന്നെ ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? എന്നിട്ട് ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? സഹോദരന്മാരപ്പോൾ എത്ര പേരുണ്ട്?
4. സഹോദരിമാരോ ഒന്നിലധികം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇനിയും പറയണം, കന്യകത്വം നഷ്ടപ്പെട്ടില്ലെന്ന് ബൈബിൾ അറിയാവുന്ന ഒരാളോടും പറയരുത്. അപ്പോൾ ഇതിന് വലിയ വിഷയമാണ്. ഇത് വലിയ വിഷയമാണ്. അത് അഡൽഫോസ് എന്നും അഡൽഫെ എന്നും ഒക്കെ എഴുതിയിരിക്കുന്നത് കസിൻസിന് വേണേൽ പറയാം, റിലേറ്റീവ്സിന് വേണേൽ പറയാം. അത് വൈൽഡ് വ്യാഖ്യാനമാണ്. തച്ചൻ്റെ മകനല്ലയോ? അതെ, ജോസഫ് മകൻ. ഇവൻ്റെ അമ്മ മറിയല്ലയോ? അതെ. പിന്നെ ഉടനെ കസിൻസിനെയാണോ പിടിക്കുന്നത്? ഈ നമ്മുടെ മറ്റ് ആശയങ്ങളായിരിക്കാം, പക്ഷേ ബൈബിളിൻ്റെ മുൻപിൽ കടന്നു വരുമ്പോൾ ഒരു നിർമ്മല നിഷ്കളങ്ക മനസ്സ് വേണം നമുക്ക്. ബൈബിളിലെ വചനത്തെ നമ്മുടെ ആശയം ഫോഴ്സ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ബൈബിള് നമ്മളോട് സംസാരിക്കുന്നത് സ്വീകരിക്കാൻ നമുക്ക് മനസ്സ് വേണം. വളരെ പ്ലെയിൻ റീഡിങ്ങിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിളിച്ചു പറയുന്നത് മറിയയ്ക്കും ജോസഫിനും ആൺമക്കൾ 4 പേരും പെൺമക്കൾ 1-ലധികവും ഉണ്ടായിരുന്നു. നിത്യകന്യകയല്ല മറിയം. യേശുവിൻ്റെ ജനനത്തിന് ശേഷം ജോസഫുമായി അനുഗ്രഹിക്കപ്പെട്ട റിലേഷൻ ഉണ്ടായിരുന്നു. അതാണ് ബൈബിൾ അനുസരിച്ച് നോർമൽ. വേറെ കുറേ ആളുകൾ പറയുന്നത് നോ ജോസഫിന് 1-ാം കെട്ടിലുണ്ടായിരുന്ന പിള്ളേരാന്ന്. അങ്ങനെയാണെന്ന് അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസിലാണോ? അല്ല, ലൂക്കോസിലില്ല. മത്തായിലാണോ? ഇല്ല. മർക്കോസിൽ കാണുമല്ലേ? ഇല്ല. യോഹന്നാനിലുണ്ടോ? അവിടെ ഇല്ല. വെളിപ്പാട് പുസ്തകത്തിലുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാ? അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചു. എവിടെയാണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ ബൈബിള് മാത്രമല്ല വിശ്വസിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യമുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോളാ സ്ക്രിപ്ചുറ, ബൈബിൾ എന്താ പറയുന്നത് അതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഇനി എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി മത്തായി 12:26, മർക്കോസ് 3:31 മുതൽ 34 വരെ, ലൂക്കോസ് 8:19 മുതൽ 21 വരെ, യോഹന്നാൻ 2:12, അപ്പോസ്തല പ്രവൃത്തികൾ 1:14. ജീസസ് മദർ ആൻഡ് ബ്രദേഴ്സ് മെൻഷൻ ചെയ്തിരിക്കുന്ന വചനങ്ങളാണ്. ഒന്നുകൂടെ പറയാൻ ആരുടെയോ ഹൃദയത്തിലുണ്ട്, പറയാം. മത്തായി 12:26, മർക്കോസ് 3:31 മുതൽ 34 വരെ, ലൂക്കോസ് 8:19 മുതൽ 21 വരെ, യോഹന്നാൻ 2:12, അപ്പോസ്തല പ്രവൃത്തി 1:14. അത് ഇച്ചിരി വേഗത്തിലാണ്. ഇതൊക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചാണ് സഹോദരന്മാരെന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് പിന്നെ ജോസഫ് മേരി പറഞ്ഞ ശിഷ്യന്മാരെയാണോ പറയുന്നത്? അല്ല. ഇനിയും എടുക്കണ്ട. യോഹന്നാൻ 7:5 പറയുന്നത് അവൻ്റെ സഹോദരന്മാരും അവനിൽ. അല്ല, അന്നേരം ശിഷ്യന്മാർ വിശ്വസിച്ച് കൂടെ ഉണ്ടല്ലോ. 6-ാം അധ്യായത്തിലെ യോഹന്നാൻ 6 കർത്താവ് ഞാനാണ് ജീവൻ്റെ അപ്പമെന്ന് പറയുന്ന പ്രസംഗത്തിൽ ശിഷ്യന്മാർ കൂടെ ഉണ്ടല്ലോ. 7-ാം അധ്യായത്തിലും ശിഷ്യന്മാരുണ്ടല്ലോ. നീ ഉത്സവത്തിന് പൊയ്ക്കോ എന്ന് കർത്താവിനോട് കളിയാക്കി പറഞ്ഞ സഹോദരന്മാർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2-2 വന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 1:14 മേരി ഉണ്ട്, സഹോദരന്മാരുണ്ട്, ശിഷ്യന്മാരും ഉണ്ടല്ലോ. സ്തോത്രം. പിന്നെ സങ്കീർത്തനം 69 69 അതൊരു മെസ്സിയാനിക് സാമ കേട്ടോ. അതിൻ്റെ 8-ാം വാക്യം ഒന്ന് നോക്കി. പ്രാവചനികമായിട്ടുള്ള ഒരു ദൂത്. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. കേട്ടോ, എൻ്റെ അമ്മയുടെ മക്കൾക്ക് മെസ്സിയാനിക് സാമ ഇത്.
സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, കന്യക ജനനം എന്ന് പറയുന്ന ഈ അപാര അത്ഭുതം ഒരു പ്രാവശ്യം മാത്രം നടന്നിട്ടുള്ളത്. ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങുവാൻ ദൈവം കണ്ട ഒരു ശ്രേഷ്ഠമേറിയ വിധമാണ്. മറിയയുടെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം മനുഷ്യത്വം കൂടെ എടുക്കുന്നു. ദ ഗോഡ് മാൻ ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവ് ഈ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കരവുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Mary was a virgin girl and the Lord selected her. Praise the Lord. Hallelujah. നസ്രത്തിൽ പലരും പാർക്കുന്നുണ്ട്, ഇസ്രായേലിൽ പലരും പാർക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ കാര്യപരിപാടിക്ക് വേണ്ടി ദൈവം കണ്ട ആ യുവതി മേരിയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാം, റെസ്പെക്ട് മേരി. ബഹുമാനത്തിന് മറിയ യോഗ്യയാണ്. പക്ഷേ ആരാധനയ്ക്കും പ്രാർത്ഥനയും എല്ലാം ക്രിസ്തു കേന്ദ്രിതമാകട്ടെ.